കുട്ടിയെ എങ്ങനെ സ്നേഹിക്കാം, അതാണ് നമ്മളെ ഇന്നത്തെ വിഷയം. ഇവിടെ നമ്മൾ മുൻ സീരീസിൽ മുൻ ഭാഗത്തിൽ വിവിധതരം ശിശുപരിപാലന രീതികളെക്കുറിച്ചിട്ട് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. അതിൽ നമ്മൾ ഏറ്റവും പറഞ്ഞു, അതിൽ ശിശു സൗഹൃദ ശിശുപരിപാലനം അഥവാ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് അഥവാ ജനാധിപത്യപരമായ പേരൻറ്റിങ്, ആധികാരികമായ പേരൻറ്റിങ് ആണ് ഏറ്റവും നല്ല രീതിയിലുള്ള പേരൻറ്റിങ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയുണ്ടായി. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള ശിശു സൗഹൃദപരമായ ആധികാരികമായ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മളതിൽ അടുത്തതായി പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുട്ടികൾക്ക് ഉപാധിരഹിതമായ സ്നേഹം നൽകുക എന്നുള്ളത്. ഉപാധിരഹിതമായ സ്നേഹം നൽകുക അഥവാ കുട്ടിയെ എങ്ങനെ സ്നേഹിക്കാം, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൊതുവിൽ കുട്ടികളുടെ ഒരു വ്യക്തിത്വ വികാസ പ്രക്രിയയിൽ ജൈവികവും മാനസികവും സാമൂഹികവുമായ ഘടകങ്ങൾ, കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ജൈവികവും മാനസികവും സാമൂഹികവുമായ ഘടകങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കുട്ടിയുടെ വ്യക്തിത്വ വികാസ പ്രക്രിയ അഥവാ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ടെമ്പറാമെൻ്റ് എന്നാണ് പറയുന്നത്. അവരുടെ വികാസ പ്രക്രിയയിൽ ജൈവികമായ ഘടകങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് മാതാപിതാക്കളുടെ സ്വാധീനം, ഇതിൻ്റെ ജൈവികമായ ഘടകങ്ങൾ, ബയോളജിക്കലായിട്ടുള്ള ഘടകങ്ങൾ. മാനസികമായ ഘടകങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബത്തിലുള്ള വൈകാരിക അന്തരീക്ഷം, അതാണ് മാനസികമായ ഘടകങ്ങളെന്ന് പറയുന്നത്. ശിശുപരിപാലന രീതി, ഏത് തരത്തിലുള്ള ശിശുപരിപാലന രീതിയാണ് കുടുംബം പിന്തുടരുന്നതൊക്കെ മാനസികമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ സാമൂഹികമായ ഘടകം, കുട്ടി ഏത് സമൂഹത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ഓരോരോ പ്രദേശത്ത് ഓരോ സമൂഹങ്ങൾക്കും ഒരു പ്രത്യേകമായ ജീവിത രീതിയും സംസാര രീതിയും പ്രതികരണ രീതിയും ഒക്കെ കാണും. അപ്പോൾ അത് സാമൂഹികമായ ഘടകങ്ങൾ, അപ്പോൾ അതും കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ഘടകങ്ങളുടെയും സമ്മിളിതമായിട്ടുള്ള ഒരു നെറ്റ് റിസൾട്ടാണ്, ഔട്ട്കമാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്നത്. കുട്ടിയുടെ ടെമ്പറാമെൻ്റ്, കുട്ടിയുടെ പ്രകൃതം എന്നാണ് പറയുന്നത്. കുട്ടിയെ സംബന്ധിച്ച് വ്യക്തിത്വം എന്ന് പറയുന്നത് അഡൽട്ട് ടെർമിനോളജിയാണ്. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ പ്രകൃതം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഈ വൈകാരിക അന്തരീക്ഷം എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ വൈകാരിക അന്തരീക്ഷമാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണ പ്രക്രിയയിലും പ്രതികരണ രീതിയിലും സ്വഭാവത്തിലുമൊക്കെ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്നത് കുടുംബത്തിലെ വൈകാരിക അന്തരീക്ഷമാണ്. വൈകാരിക അന്തരീക്ഷം എങ്ങനെ രൂപപ്പെടുന്നത്? മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു, അവരാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൽ വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ആ വൈകാരിക അന്തരീക്ഷത്തിലാണ് കുട്ടി വളരുന്നത്. കുട്ടി യഥാർത്ഥത്തിൽ ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ കുട്ടി. ബയോളജിക്കലായിട്ട് മാതാപിതാക്കളുടെ സൃഷ്ടി എന്ന് പറയുമ്പോഴും കുട്ടിയുടെ പ്രകൃതം എന്ന് പറയുന്നത് കുട്ടി വളരുന്ന സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാതാപിതാക്കൾ കുടുംബാംഗങ്ങളും നിർണായകമായ സ്വാധീനം ചെലുത്തും. ഇപ്പോൾ ചില വീടുകളിൽ അച്ചാമ്മമാർ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു രീതിയായിരിക്കും. എല്ലാ കാര്യങ്ങളും അമ്മയെ ചെയ്യാൻ സമ്മതിക്കാതെ അച്ചാമ്മമാർ മുൻകൈയെടുത്ത് തീരുമാനം എടുക്കുന്ന ഒരു രീതി കാണും. ചില വീടുകളിൽ അമ്മ തന്നെയായിരിക്കും മുൻകൈ എടുക്കുന്നത്, ചില വീടുകളിൽ അച്ഛനായിരിക്കും മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ഏത് തന്നെയാണെങ്കിലും ഒരു കുടുംബത്തിൽ അമ്മയ്ക്ക് വലിയ തോതിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിയാത്ത, അമ്മയ്ക്കൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളിൽ ആത്മവിശ്വാസം വളരെ കുറവായിരിക്കുമെന്നും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ ഉപാധിരഹിതമായ സ്നേഹം, കുട്ടിയെ എങ്ങനെ സ്നേഹിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി പറയുന്നത് ഉപാധിരഹിതമായ സ്നേഹം കുട്ടിക്ക് നൽകുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രകൃതത്തിനനുസരിച്ച് നമ്മുടെ സ്നേഹപ്രകടന രീതി മാറ്റാൻ പാടില്ല. അതായത് കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം കൂടുതൽ സ്നേഹിക്കുന്നു, അതേസമയത്ത് കുട്ടി തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ കുട്ടിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, കുട്ടിയോട് ദേഷ്യം കാണിക്കുന്നു. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ കുട്ടി ഉപാധിരഹിതമായ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉപാധി വെക്കാൻ പാടില്ല. കുട്ടിക്ക് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ സ്നേഹിക്കപ്പെടും എന്നൊരു തോന്നൽ ചെറിയ കുട്ടി തൊട്ട് വലിയ കുട്ടിക്ക് വരെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉപാധിരഹിതമായ സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അർത്ഥത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അതായത് അമ്മയും കുട്ടിയും തമ്മിൽ ഉണ്ടാകുന്ന എമോഷണൽ ഇൻറ്റിമസിയാണ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. വൈകാരികമായിട്ടുള്ള അടുപ്പം. കുട്ടി കരയുന്നു, അമ്മ പാല് കൊടുക്കുന്നു.
അരമണിക്കൂർ കഴിഞ്ഞ് കുട്ടി വീണ്ടും കരയുന്നു. അമ്മ വന്നിട്ട് കുട്ടിക്ക് പിന്നെ ടവല് മാറ്റി കൊടുക്കുന്നു, നിക്കർ മാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ നാപ്കിൻ മാറ്റി കൊടുക്കുന്നു. അങ്ങനെ ഓരോ തവണയും കരയുമ്പോൾ കുട്ടിയുടെ ആവശ്യങ്ങൾ ഒരാൾ വന്ന് നിറവേറ്റുന്നു. അങ്ങനെ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ കുട്ടിക്കൊരു തോന്നൽ വരും, ഞാൻ കരയുമ്പോഴെല്ലാം എൻ്റെ ഒരാൾ വന്ന് എന്നെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നു. അങ്ങനെ കുട്ടിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. അതുപോലെ കുട്ടിക്കൊരു തോന്നൽ വരും, കുട്ടി സ്നേഹിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ വരും, കുട്ടിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും, ഞാൻ കരഞ്ഞാൽ എന്നെ നോക്കുന്ന ഒരാളുണ്ട്. അങ്ങനെയാണ് കുട്ടി അമ്മയെ നിരന്തരമായ ഈ പരിപാലനത്തിലൂടെയാണ് കുട്ടി അമ്മയെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു 6-8 ആഴ്ചയാകുമ്പോഴത്തേക്ക് 6-8 ആഴ്ചയ്ക്കുള്ളിൽ കുട്ടി അമ്മയെ തിരിച്ചറിഞ്ഞ് അമ്മയോട് ചിരിക്കാൻ തുടങ്ങും. സോഷ്യൽ സ്മൈൽ എന്ന് പറയും. സോഷ്യൽ സ്മൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ അച്ഛനെ നോക്കി ചിരിക്കണമെന്നില്ല. പിന്നീട് എത്രയോ നാൾ കഴിഞ്ഞിട്ടായിരിക്കും അച്ഛനെ തിരിച്ചറിഞ്ഞ് അച്ഛനെ നോക്കി ചിരിക്കുന്നത്. അപ്പോൾ അമ്മയിലൂടെയാണ് അച്ഛനെ തിരിച്ചറിയുന്നത്. അപ്പോൾ അമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച് അമ്മയാണ്. അമ്മയിലൂടെയാണ് കുട്ടി അച്ഛനെ തിരിച്ചറിയുന്നത്. അമ്മയോടൊപ്പം എപ്പോഴും പഴകുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അച്ഛനെ തിരിച്ചറിയുന്നത്. പാല് കുടിച്ചിട്ട് തല പൊക്കി ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ അടുത്തൊരാളിരിക്കുന്നു, സ്ഥിരമായിട്ടൊരാൾ അടുത്തിരിക്കുന്നു. അങ്ങനെയാണ് കുട്ടി അച്ഛനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതിന് അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. ഈ അറ്റാച്ച്മെൻറ്റ് പ്രക്രിയ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും ബാല്യരൂപമാണ്, ഏറ്റവും ചെറിയ രൂപമാണ് അറ്റാച്ച്മെൻറ്റ്. ഈ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി പരിപാലിക്കുന്ന ഒരാൾ തന്നെ. അപ്പോൾ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മറ്റൊരാൾ വന്ന് ഓരോ ഘട്ടത്തിലും മാറി മാറി ആളുകൾ വരികയാണെങ്കിൽ കുട്ടിയുടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന പ്രക്രിയ നല്ല രീതിയിൽ നടക്കണമെന്നില്ല. സ്ഥിരമായി ഒരാൾ വന്ന് കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് കുട്ടി ആളിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ നിരന്തരമായി ഓരോ ഘട്ടത്തിലും ഓരോ അവസരത്തിലും ആളുകൾ മാറി മാറി വരികയാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് പ്രക്രിയ എന്ന് പറയുന്ന ഈ എമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്ന അറ്റാച്ച്മെൻറ്റിന് ജോൺ ബൗൾബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് പ്രക്രിയ ശരിയായ തരത്തിൽ നടക്കാത്ത കുട്ടികളിൽ ആത്മവിശ്വാസക്കുറവായിരിക്കും, സ്വഭാവ വൈകൃതങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും, കുറ്റവാസന അക്രമ സ്വഭാവമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നും പഠനങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പൊതുവിലൊരു അഭിപ്രായം പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു രീതിയുണ്ട്. കുട്ടിയെ സ്നേഹിക്കരുത്, കുട്ടിയെ പ്രകടമായ രീതിയിൽ കുട്ടിയെ സ്നേഹിക്കരുത്. നമ്മളുടെ സ്നേഹം കുട്ടിയോടുള്ളത് മനസ്സിലിരിക്കാനേ പാടുള്ളൂ, അത് പ്രകടിപ്പിക്കാൻ പാടില്ല. സ്നേഹം നേരിട്ട് പ്രകടിപ്പിക്കരുത്. ആ സ്നേഹം മനസ്സിനുള്ളിൽ വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പ്രകടിപ്പിച്ചാൽ അവർ നമ്മളെ പേടിയില്ലാതാവും, അവർ നമ്മളെ അനുസരിക്കത്തില്ല എന്നുള്ളൊരു പഴഞ്ചൻ രീതിയുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതിനെ പൂർണ്ണമായും നമ്മൾ പുതിയ സാഹചര്യത്തിൽ നിരാകരിക്കേണ്ടി വരും. സ്നേഹം പ്രകടിപ്പിക്കണം, കുട്ടിക്ക് തോന്നണം ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളത്. ഞാൻ ഈ അറ്റാച്ച്മെൻറ്റ് പ്രക്രിയ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്ക് തോന്നണം, ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും കുട്ടിക്ക് തോന്നണം ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളത്. സ്നേഹിക്കപ്പെടുമ്പോഴാണ് കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടുമ്പോഴാണ് കുട്ടിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നത്. അത് വളരെ പ്രധാനമാണ്. കുട്ടിക്ക് സ്നേഹിക്കാനുള്ള കഴിവ് ഉണ്ടാകുകയാണ്. ഉണ്ടാകുന്നത് താൻ സ്നേഹിക്കപ്പെടുമ്പോഴാണ്. താൻ സ്നേഹിക്കപ്പെടുന്നില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ തവണയും കുട്ടി കരയുമ്പോഴത്തേക്ക് കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്ത ഒരു ചെറിയ കുട്ടിയുടെ ഒരു ഇൻഫൻറ്റ് എന്ന് വെച്ചാൽ 1 വയസ്സിൽ താഴെയുള്ള 1 മാസം പ്രായമുള്ള 2 മാസം പ്രായമുള്ള കുട്ടിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ സ്നേഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നിരന്തരമായി ഒരാൾ വന്ന് കുട്ടിയുടെ പരിപാലനം നടത്തുമ്പോഴത്തേക്ക് കുട്ടി തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് സ്നേഹം എന്ന് പറയുന്നതും. അങ്ങനെയാണ് ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നത്, അങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രക്രിയ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്നേഹിക്കപ്പെടുന്ന കുട്ടിക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയണം. ലളിതമായിട്ട് പറഞ്ഞാൽ നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിലെ പോലെ സ്നേഹം കുട്ടിക്ക് തിരിച്ചറിഞ്ഞാൽ പോരാ, ജോഷിയുടെ സിനിമയിലെ പോലെ സ്നേഹം കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രകടമായി കുട്ടിക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ കുട്ടിക്ക് ആത്മവിശ്വാസവും കുട്ടി മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാകുന്നതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ കുട്ടിയെ സ്നേഹിക്കുന്നു. കുട്ടി മാർക്ക് കുറച്ച് ആണ് വന്നിരിക്കുന്നത്. ഇന്ന് ആ പയ്യനെ നോക്കി ചിരിക്കരുതെന്ന് പറഞ്ഞ് ആ വഴിയെ നടക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കാതെ 9 പഠിക്കുന്ന മോള് അതേ വഴിയിൽ തന്നെ വന്നു. ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാതെ ആ പയ്യനെ നോക്കി വീണ്ടും ചിരിക്കുകയും പയ്യനുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ, ഇനി നീ എൻ്റെ അടുത്ത് മിണ്ടണ്ട, അമ്മ പറയും. ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാത്തത് കൊണ്ട് നീ ഇനി എൻ്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറയും. അങ്ങനെ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ കേട്ടാലും ഞാൻ പറഞ്ഞതുപോലെ കേട്ടിട്ടില്ലെങ്കിലും അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. അമ്മയോട് എനിക്ക് ചെന്ന് സമീപിക്കാൻ കഴിയും. അമ്മ എപ്പോഴും അപ്രോച്ചബിളാണ്, സമീപിക്കാൻ കഴിയുന്ന രീതിയിലാണ് അമ്മ നിൽക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ നിൽക്കുന്നത് എന്നുള്ള ഒരു അറിവ്, ഒരു അനുഭവം കുട്ടിക്ക് കിട്ടണമെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ ഉപാധിരഹിതമായ സ്നേഹമെന്ന് പറഞ്ഞതിൻ്റെ
അർത്ഥം. ഉപാധിരഹിതമായ സ്നേഹമെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മളത് കുട്ടിയുടെ ഒരു പ്രത്യേകത കൂടി, ഒരു അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഉപാധിരഹിതമായ സ്നേഹം ലഭിക്കുന്ന ഒരു കുടുംബത്തിൽ കുട്ടികൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അമ്മയെ വന്ന് സമീപിക്കും, അച്ഛനെ വന്ന് സമീപിക്കും. അപ്പോൾ താനൊരു തെറ്റ് ചെയ്താലും അത് എനിക്ക് വീട്ടിൽ സ്ഥാനമുണ്ടെന്നുള്ള ഒരു തോന്നൽ കുട്ടിയിൽ സൃഷ്ടിക്കപ്പെടും ഈ ഉപാധിരഹിതമായ സ്നേഹത്തിലൂടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാലും, കുട്ടി ഒരു ലവ് അഫെയറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും, കുട്ടി ഒരു വഴക്കുണ്ടാക്കിയാലും, ഒരു സ്കൂളിൽ ഒരു അടിയുണ്ടാക്കിയാലും, കുട്ടി സസ്പെൻഡ് ചെയ്യപ്പെട്ടാലും അന്ന് കുട്ടിക്ക് മാതാപിതാക്കളോട് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കുട്ടിക്കുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും അവർ നമ്മളടുത്ത് തന്നെ വന്ന് പറയും. അല്ലെങ്കിൽ എന്തു ചെയ്യും? ഈ തരത്തിൽ അപ്രോച്ചബിൾ അല്ലാത്ത, സമീപിക്കാൻ കഴിയാത്ത, ഏകാധിപത്യപരമായ ശിശുപരിപാലനത്തിലുള്ള കുടുംബാന്തരീക്ഷത്തിലാണെങ്കിൽ കുട്ടി അതൊന്നും വന്ന് അമ്മയോടോ അച്ഛനോടോ പറയാൻ സാധ്യതയില്ല. കുട്ടി പുറന്ന് പോകും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വീട് വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് നയിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പ്രാപിക്കാൻ അല്ലെങ്കിൽ സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൻ്റെ കൂടി സൃഷ്ടിയാണ് കുട്ടിയിലുണ്ടാകുന്ന ആത്മഹത്യ എന്ന് പറയുന്ന പ്രക്രിയ. അപ്പോൾ ഇവിടെ കുട്ടിക്ക് ആ രീതിയിൽ സമീപിക്കാൻ കഴിയുമെങ്കിൽ കുട്ടിയിൽ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് പകരം പേരൻസിനോട് വന്ന് ചർച്ച ചെയ്ത് ഒരു പുതിയ നല്ല തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയായിരിക്കും അവിടെ നടക്കുന്നത്. അതാണ് ഉപാധിരഹിതമായ സ്നേഹത്തിൻ്റെ പ്രകടിപ്പിക്കുന്ന രീതിയുടെ ഏറ്റവും വലിയ വിജയമെന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഓക്കെ.